അമ്മേ. ഇന്നെൻ്റെ പിറന്നാളാ. ഞാനൊന്ന് അമ്പലത്തിൽ പോയി വേഗം വരാം കേട്ടോ. ഓ ശരി. കുഴപ്പമൊന്നുമില്ല, മണക്കുന്നൊന്നുമില്ല. എന്തായാലും ഫ്രിഡ്ജിൽ നിർത്തി കളയാൻ തോന്നാഞ്ഞത് ഭാഗ്യം. പിറന്നാളാണെന്നല്ലേ പറഞ്ഞത്. വേണമെങ്കിൽ പാലുകൊണ്ട് കുറച്ച് പായസം ഉണ്ടാക്കി കുടിച്ചോട്ടെ. അല്ലേ, ഇത്രയും വയസ്സായിട്ട് എന്തിനാ പിറന്നാൾ ആഘോഷിക്കുന്നത്? രാവിലെ തന്നെ കെട്ടിച്ചമ്മ അമ്പലത്തിലേക്ക് പോയിട്ടുണ്ട്. ഇത്ര നേരമായിട്ട് കാണുന്നില്ലല്ലോ. അമ്പലത്തിലേക്ക് തന്നെ പോയത്. ഒരുപാട് വീട്ടുപണി ഇവിടെ കിടക്കുമ്പോഴാണ്. ഓ, മനുഷ്യനൊന്ന് വിയർത്ത് കുളിച്ച് ഉച്ചടിച്ച് ഇവിടെ കൊണ്ട് വരട്ടെ, കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ. ചോറ് കൊണ്ടിട്ട് തന്നെ തന്നെ ഉണ്ടാകട്ടെ. ഓ വന്നോ? ഇത്ര നേരം നീ എവിടെയായിരുന്നു? വിചാരിച്ചാലും നല്ല തിരക്കായിരുന്നു അമ്മ ഇന്ന് അമ്പലത്തിൽ. അമ്മ പിന്നെ ഞങ്ങൾ ഇന്നൊന്ന് വീട് വരെ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. അമ്മ അവിടെ ഭക്ഷണമൊക്കെ ഒരുക്കി കാത്തിരിക്കും. എപ്പോ? അവനും വരുന്നുണ്ടോ? ഏട്ടന് വരുന്നുണ്ട്. ഏട്ടൻ അവിടെ ഏതൊരു ഫ്രണ്ടിനെ കൂടെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ പിറന്നാളൊന്നുമല്ലല്ലോ ആഘോഷിക്കാൻ. എൻ്റെ അനിയത്തിൻ്റെ പിറന്നാൾ എല്ലാ കൊല്ലവും ഞങ്ങൾ ആഘോഷിക്കുന്നതാ. അതൊന്നും ശരിയാവില്ല മോളെ. എനിക്ക് ഈ കുടുംബശ്രീയുടെ മീറ്റിംഗ് ഉണ്ട് പോകാൻ. പോരാത്തതിന് മുട്ടുകാലം വെച്ചിട്ട് നിൽക്കാൻ കഴിയുന്നില്ല, ഒരു പണി എടുക്കാൻ കഴിയുന്നില്ല എനിക്ക്. അതൊന്ന് എവിടെയൊന്ന് കാണിക്കണം. ഞാൻ വൈദ്യർ അവിടെ ഉണ്ടെങ്കിൽ വൈദ്യരൊന്ന് കാണിക്കും. ഒരുപാട് നാളായില്ലേ അലോപ്പതിയും ഹോമിയോപ്പതിയും മാറി മാറി നോക്കുന്നു. ഇനി ഓപ്പറേഷൻ ചെയ്യണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. എനിക്കാണ് ഓപ്പറേഷൻ ഭയങ്കര പേടിയാണ്. ഞാൻ ഈ അലോപ്പതിയും ഹോമിയോപ്പതിയും ഒഴിവാക്കാൻ കുറേ കാലമായി വിചാരിക്കുന്നു. ഇനിയൊന്ന് ആയുർവേദം കാണിച്ച് നോക്കട്ടെ. അതുകൊണ്ട് നീ പോയാൽ എങ്ങനെ ശരിയാവുക? എന്നെക്കൊണ്ട് ഒറ്റയ്ക്കോ കഴിയോ ഈ പണിയൊക്കെ എടുക്കാൻ? അമ്മ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ വരുമെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. പോരാത്തതിന് വേറെ ആരെയുണ്ടോ നമുക്ക് വീട്ടിൽ? മോളിപ്പോൾ പോയാൽ ശരിയാവില്ല. അവനോട് പറ പിന്നെ പോകാമെന്നുള്ളത്. പിന്നെ ഫ്രിഡ്ജിൽ കുറച്ച് പാലിരിക്കുന്നുണ്ട്. വേണമെങ്കിൽ അതെടുത്ത് കുറച്ച് പായസം ഉണ്ടാക്കിയോ. വേറെ ഉണ്ടാക്കാനൊന്നും ഇവിടെ പച്ചക്കറി സാധനങ്ങളൊന്നുമില്ല. പിന്നെ ഞങ്ങളാരും ഒരു വയസ്സ് കഴിഞ്ഞാൽ പൊതുവെ മക്കളുടെ പിറന്നാളൊന്നും ആഘോഷിക്കാറില്ല. പിന്നെ ഞാൻ എൻ്റെ പിറന്നാൾ ആഘോഷിച്ചിട്ടേ ഇല്ല. എൻ്റെ മോളതും അങ്ങനെ തന്നെ. ഞങ്ങൾ ഇതുവരെ ആഘോഷിച്ചിട്ടില്ല. ശരി. ഒരു പിറന്നാളുകാരി വന്നിരിക്കുന്നത്. അവൾക്കൊരു കാര്യം ചെയ്യാം. ആനയും അമ്പാരിയും വെളിച്ചാമരവും വെടിക്കെട്ടും ഒക്കെ അങ്ങ് ആക്കി കൊടുക്കാം. അതുപോലെ തന്നെ വലിയ പിറന്നാൾ സദ്യ. പന്നിപ്പടക്കം വാങ്ങിക്കോട്ടെ, നാട്ടിലിട്ട് പൊട്ടിക്കാറുണ്ട്. പിറന്നാളുകാരി. ഞാനും എൻ്റെ മോളും ഇന്നേ വരെ ഒരു പിറന്നാൾ പോലും ആഘോഷിച്ചിട്ടില്ല. പിന്നെയാ ഇവക്ക്. അമ്മേ, ഇതെനിക്ക് ഏട്ടാ മേടിച്ചെന്ന ഡ്രസ്സാ. എവിടെ നോക്കട്ടെ. എങ്ങനെയുണ്ട്? കൊള്ളാമോ? കൊള്ളാം കൊള്ളാം. ഇതിന് എത്ര രൂപയായി കാണുമോ? 1000 രൂപയമ്മേ.
എൻ്റെ ഈശ്വര 1000 നല്ല വാങ്ങിയില്ലേ? ഒരുപാട് ചെലവുകളുള്ളതാ. കറണ്ട് ബില്ല്, വെള്ളത്തിൻ്റെ ബില്ല് മറന്നു പോകണ്ട. ഇവളുടെയൊക്കെ ഒരു യോഗമേ. ഓ, പിറന്നാളിന് ഡ്രസ്സ്, മുട്ടായി, കേക്ക്, പായസം. ഹോ, എൻ്റെ മോൾക്കും എനിക്കും ഇന്നേ വരെ പിറന്നാൾ എന്നോ ബർത്ത്ഡേ എന്നോ പറഞ്ഞിട്ട് ആരും മുട്ടായി പോലും വാങ്ങി തന്നില്ല. ഇവളുടെയൊക്കെ ഒരു യോഗമേ.